എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷിക്കാൻ തയ്യാറെന്ന് CBI വ്യക്തമാക്കുന്നു. CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ. അന്വേഷണം കൈമാറാൻ തയ്യാറല്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. ഹർജിയിൽ അടുത്ത വ്യാഴാഴ്ച വിശദമായ വാദം കേൾക്കും എന്നാണ് അറിയുന്നത്. രേഷ്മ ബാബുവാണ് ഇവരുമായി ചേരുന്നത്. രേഷ്മ, വിഷയത്തിൽ ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷിക്കാൻ തയ്യാറാണെന്ന് CBI വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് സർക്കാർ ഈ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് പൊതുജനത്തിന് വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും എന്താണ് കോടതിയെ അറിയിക്കുന്നത് സർക്കാർ? വീണ, എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ട എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ അന്വേഷണം കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. നീതിപൂർവമായിട്ട് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേസ് അന്വേഷണം CBIക്ക് കൈമാറേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിച്ചത്. ഇന്ന് ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് കേസ് ഡയറി അടക്കം ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. CBIയോട് ഇത് സംബന്ധിച്ചുള്ള നിലപാട് ഹൈക്കോടതി തേടി. ആ സമയത്ത് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ പറഞ്ഞത് കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ കേസ് ഏറ്റെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ളതല്ല ചോദിക്കുന്നത്, മറിച്ച് ഈ കേസിൽ അന്വേഷണം CBIക്ക് കൈമാറേണ്ടതുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നതെന്നാണ് ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ ബെഞ്ച് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് CBIക്ക് കൈമാറാനായിട്ടുള്ള ഒരു കാരണമായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. ഒപ്പം തന്നെ പക്ഷപാതപരമായിട്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് സംബന്ധിച്ചുള്ള തെളിവ് കൈമാറണമെന്നും കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ഒരു മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാനായിട്ട് സാവകാശം തേടിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 12-ാം തീയതിയിലേക്ക് നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷ നൽകിയിട്ടുള്ള ഹർജി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ തുറന്ന് എതിർക്കുകയാണ് ഉണ്ടായത്. നിലവിൽ കേസ് അന്വേഷണം CBIക്ക് കൈമാറേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും ഈ അന്വേഷണം പക്ഷപാതപരമാണ് എന്ന് ഹർജിക്കാരി പറയുമ്പോൾ അത് ഏത് വിധത്തിലാണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പ്രതിക്ക് രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം, ഇതൊക്കെ തന്നെ ഏത് വിധത്തിൽ CBIക്ക് കൈമാറാനായിട്ട് കാരണമായിട്ട് കണക്കാക്കണമെന്നും കൂടി ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഹൈക്കോടതി വിശദമായിട്ടുള്ള വാദത്തിന് വേണ്ടിയിട്ടാണ് 12-ാം തീയതി ഈ ഹർജി മാറ്റിയിരിക്കുന്നത്. പ്രധാനമായിട്ടും അന്വേഷണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. അതോടൊപ്പം തന്നെ കൊലപാതകം എന്നുള്ളൊരു സംശയം നിഴലിക്കുന്നുണ്ട്. അക്കാര്യത്തിലും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആക്ഷേപവും അതോടൊപ്പം തന്നെ ആവശ്യവും. എന്തായാലും നിലവിൽ ഈ CBIയുടെ അന്വേഷണത്തെ തുറന്നെതിർത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ശരി രേഷ്മ.